ഒഴുക്കൻ ക്ഷമാപണം മണിപ്പൂരിലെ മുറിവുണക്കില്ല. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ഈ സർക്കാരിനു കീഴില് തങ്ങൾക്ക് രക്ഷയില്ലെന്ന തിരിച്ചറിവില് പ്രത്യേക ഭരണത്തിനായി കുകികള് മുറവിളി കൂട്ടുന്നതുവരെയെത്തി കാര്യങ്ങള്. പ്രശ്നം ഇത്രത്തോളം എത്തിനിൽക്കെ ഒരൊഴുക്കന് ക്ഷമാപണം കൊണ്ട് ജനം അടങ്ങിയൊതുങ്ങിക്കഴിയുമെന്ന് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നുണ്ടോ? മണിപ്പൂര് മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ക്ഷമാപണം വൈകിപ്പോയി. 19 മാസമായി മണിപ്പൂരില് സംഘർഷവും അക്രമവും ഉടലെടുത്തിട്ട്. 2023 മെയ് 3 ആരംഭിച്ച കലാപം പരിഹരിക്കാന് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും തുടക്കത്തിലേ ശ്രമിച്ചിരുന്നെങ്കില് പ്രശ്നം ഇത്ര രൂക്ഷമാകില്ലായിരുന്നു. അന്നു പക്ഷേ ബിരേൻ സിംഗും സംസ്ഥാന ഭരണകൂടവും കേന്ദ്രവും പരസ്പരം ഏറ്റുമുട്ടുന്ന ഇരുവിഭാഗങ്ങളില് ഒരു വിഭാഗത്തെ പിന്തുണക്കുകയാണുണ്ടായത്. തുടക്കത്തില് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് നടത്തിയ ചില പ്രസ്താവനകൾ സംഘർഷത്തിന് ഊർജ്ജം പകരുകയും ചെയ്തു. കലാപം പൊട്ടിപ്പുറപ്പെട്ട് 1.5 വർഷത്തിലേറെ കാലം പിന്നിട്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ ക്ഷമാപണം തന്റെ ഭരണപരാജയം മറച്ചുപിടിക്കാനും ബിരേൻ സിംഗ് സർക്കാര് രാജിവെച്ചൊഴിയണമെന്ന ആവശ്യത്തില് നിന്ന് കുകി വംശത്തെ പിന്തിരിപ്പിക്കാനുമുള്ള രാഷ്ട്രീയ അടവ് മാത്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. താന് സൃഷ്ടിച്ച രാഷ്ട്രീയ കുഴപ്പങ്ങളില് നിന്ന് തടിയൂരാനുള്ള മുഖ്യമന്ത്രിയുടെ വൃഥാശ്രമമെന്നാണ് കുകി ഗോത്ര സംഘടനയായ ഐക്യസമിതിയുടെ വക്താവ് ഈ ക്ഷമാപണത്തെ വിലയിരുത്തിയത്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. പഴയ തെറ്റുകള് മറന്നു പുതിയൊരു ജീവിതം ആരംഭിച്ച് മണിപ്പൂരിനെ ശാന്തവും സമ്പന്നവുമാക്കുന്നതില് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിക്കാമേ. ഇന്നാണ് 2024 അവസാന നാളില് സംസ്ഥാനത്ത് വംശീയ കലാപം ആളിപ്പടരാന് ഇടയായതില് ഖേദം പ്രകടിപ്പിച്ചും ക്ഷമാപണം നടത്തിയും ബിരേൻ സിംഗ് നടത്തിയ പ്രസ്താവനക്കൊടുവില് ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അങ്ങനെയങ്ങ് മറക്കാനും പൊറുക്കാനും പറ്റുന്നതാണോ പ്രദേശത്ത് അരങ്ങേറിയ സംഭവങ്ങള്? നൂറുകണക്കിനാളുകളാണ് കലാപത്തില് കൊല്ലപ്പെട്ടത്. നിരവധി സ്ത്രീകള് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ആയിരക്കണക്കിന് ഭവനങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. മാധ്യമങ്ങളില് വന്നതിനേക്കാള് ഭീകരമാണ് സ്ഥിതിഗതികളെന്നാണ് അവിടെ സന്ദർശിച്ച മനുഷ്യാവകാശ പ്രവർത്തകരുടെ സാക്ഷ്യം. വർഗീയ ഫാസിസത്തിന്റെ കുഴലൂത്തുകാരായ ദേശീയ മാധ്യമങ്ങൾ എല്ലാ വിവരവും പുറത്തുവിടാറില്ലല്ലോ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ മാസം അവസാനത്തില് പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ട് പ്രകാരം വടക്കുകിഴക്കന് സംസ്ഥാനങ്ങളില് 2023 അരങ്ങേറിയ മൊത്തം അക്രമങ്ങളില് 80% നടന്നത് മണിപ്പൂരിലാണ്. മേഖലയില് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 242 അക്രമസംഭവങ്ങളില് 187 മണിപ്പൂരിലായിരുന്നു. അത്രയും രൂക്ഷവും വ്യാപകവുമായിരുന്നു സംസ്ഥാനത്തെ സംഘർഷം. നീതിപൂർവം വിഷയം കൈകാര്യം ചെയ്യുന്നതിനു പകരം അക്രമികളെ പിന്തുണക്കുന്ന നിലപാടാണ് ബിരേൻ സിംഗ് സർക്കാര് സ്വീകരിച്ചത്. ഒടുവിൽ ഈ സർക്കാരിനു കീഴില് തങ്ങൾക്ക് രക്ഷയില്ലെന്ന തിരിച്ചറിവില് പ്രത്യേക ഭരണത്തിനായി കുകികള് മുറവിളി കൂട്ടുന്നതുവരെയെത്തി കാര്യങ്ങള്. പ്രശ്നം ഇത്രത്തോളം എത്തിനിൽക്കെ ഒരൊഴുക്കന് ക്ഷമാപണം കൊണ്ട് ജനം അടങ്ങിയൊതുങ്ങിക്കഴിയുമെന്ന് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നുണ്ടോ? ചൊവ്വാഴ്ചത്തെ മുഖ്യമന്ത്രിയുടെ ക്ഷമാപണത്തിനുശേഷവും സംസ്ഥാനത്ത് അക്രമങ്ങൾ അരങ്ങേറി. ഇംഫാല് വെസ്റ്റ് ജില്ലയിലെ ചില മേഖലകളില് ഇന്നലെ പുലർച്ചെ 1 മണിയോടെ അക്രമം നടന്നു. മലമുകളില് നിന്ന് അക്രമികള് താഴ്വാരത്തേക്ക് വെടിവെക്കുകയും ബോംബെറിയുകയും തീയിടുകയും ചെയ്തതായി പോലീസ് പറയുന്നു. കൂടുതല് സുരക്ഷാസേനാംഗങ്ങള് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികള് നിയന്ത്രിച്ചത്. മറ്റൊരു സംഭവത്തില് കാങ്ബോപ്പി ജില്ലയില് കുകി വിഭാഗക്കാരായ സ്ത്രീകളും സുരക്ഷാ സൈനികരും തമ്മിൽ ഏറ്റുമുട്ടി. സൈനികര് കുകികളുടെ ബങ്കറുകള് ബലമായി പിടിച്ചെടുക്കുന്നതിനെതിരെ നടന്ന പ്രതിഷേധമാണ് ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. സൈന്യത്തിന്റെ ലാത്തിച്ചാർജിലും കണ്ണീർവാതക പ്രയോഗത്തിലും 50 സ്ത്രീകൾക്കെങ്കിലും പരുക്കേറ്റതായാണ് റിപ്പോർട്ട്. കേന്ദ്രസേനയെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗോത്ര ഐക്യസമിതി ദേശീയപാതയില് അനിശ്ചിതകാല ഉപരോധ സമരം തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ക്ഷമാപണം ജനങ്ങളില് വിശിഷ്യ കുകി വിഭാഗത്തില് യാതൊരു പ്രതിഫലനവും സൃഷ്ടിച്ചിട്ടില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മണിപ്പൂരിലെ ഗോത്രേതര വിഭാഗമായ മെയ്തൈകളും ഗോത്ര ക്രിസ്ത്യന് വിഭാഗങ്ങളടങ്ങുന്ന കുകികളും തമ്മിലുള്ള ഭിന്നത മൂർച്ഛിച്ചാണ് സംഘർഷം രക്തരൂക്ഷിതമായത്. സംസ്ഥാനത്തെ ജനസംഖ്യയില് ഭൂരിപക്ഷം മെയ്തൈകളാണ്. 65% വരും ഇവര്. ക്രിസ്തീയ വിഭാഗക്കാർക്ക് മുൻതൂക്കമുള്ള കുകി വിഭാഗം ന്യൂനപക്ഷമാണ്. സർക്കാരിനെ നയിക്കുന്നതാകട്ടെ മെയ്തൈ വിഭാഗവും. സംസ്ഥാനത്തെ 60 നിയമസഭാ മണ്ഡലങ്ങളില് 3-1 മെയ്തൈ ആധിപത്യത്തിലായതുകൊണ്ട് സർക്കാര് മെയ്തൈ വിഭാഗത്തിന്റെ താത്പര്യങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഭരണഘടനാപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അത്തരം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുമ്പോൾ വർഗീയതയായി ചിത്രീകരിച്ച് തെറ്റിദ്ധരിപ്പിക്കാന് ശ്രമിക്കുന്നു എന്നൊക്കെയാണ് കുകികളുടെ പരാതി. അതിനിടെയാണ് മെയ്തേയ് പട്ടിക വർഗ പദവിക്കായി രംഗത്തുവന്നതും ഈ ആവശ്യവുമായി കോടതി കയറിയതും. ഗോത്രവർഗമെന്ന നിലയില് കുകികൾക്ക് ലഭിക്കുന്ന പ്രത്യേകാനുകൂല്യങ്ങള് വെട്ടിക്കുറക്കാനും പരമ്പരാഗതമായി അവർക്ക് ലഭിച്ച ഭൂമി തട്ടിയെടുക്കാനുമുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായാണ് കുകി സംഘടനകള് ഈ നീക്കത്തെ കാണുന്നത്. കുകി വിഭാഗത്തിന്റെ ഇത്തരം ഭീതികള് അകറ്റിയും ന്യായമായ അവകാശങ്ങൾക്ക് മുഖം കൊടുത്തും അവരെ കയ്യിലെടുത്ത് മാത്രമേ പ്രശ്നം പരിഹരിക്കാനാകൂ.